എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഒരു മറുപടി നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അത് DMEയിൽ നിന്ന് തന്നെയാണ്. കാരണം DMEയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഈ വാർത്താ സമ്മേളനത്തിന്റെ എന്തിനാണ് വിളിച്ചിത്തരം ഒരു നിർദ്ദേശം കൊടുത്തത് എന്നുള്ള കാര്യം അറിയേണ്ടിയിരിക്കുന്നു. അത് വളരെ ഒഫീഷ്യലായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം തള്ളിക്കളയുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഈ പ്രത്യക്ഷത്തിൽ പുറമേ നിന്ന് നോക്കുന്ന ആളുകൾക്ക് ഇതിൽ കൃത്യമായൊരു ഗൂഢാലോചനയുണ്ട്, ഡോക്ടർ ഹാരിസിനെ കൊടുക്കാനുള്ള ചില ശ്രമങ്ങളുണ്ട് എന്ന് സംശയിച്ചാൽ അതിൽ കുറ്റം പറയാനാവാത്ത സ്ഥിതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. സനിസ, ജിൽസി, പല ഘട്ടങ്ങളിലുമായിട്ട് ഈ ഡോക്ടർ ഹാരിസ് തനിക്കെതിരെ ഒരു പ്രതികാര നടപടികൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം വളരെ മൈൽഡായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് തനിക്കെതിരെ ഈ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ ചിലരുടെ താല്പര്യത്തിന്റെ പുറത്താണെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഡോക്ടർ ഹാരിസിനെതിരെ നടപടി ഉണ്ടാകുമോ എന്നതുകൂടി ഇവിടെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. പല സംഘടനകളും ഡോക്ടർ ഹാരിസിന് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഈ KGMCT ഒക്കെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ആരോഗ്യമന്ത്രിയുമായി ഈ സംഘടനകൾ ചർച്ച നടത്തും. ഹാരിസിനെതിരെ നടപടി ഉണ്ടാകില്ലെന്ന് സംഘടനാ പ്രതിനിധികൾ ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തി ഉറപ്പുവരുത്തും. നടപടിയെടുത്താൽ വലിയ പ്രതിഷേധത്തിലേക്കായിരിക്കും ഇത്തരം ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട സംഘടനയും അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ ഹാരിസിനെതിരെ നടപടിയെടുക്കുകയാണെങ്കിൽ വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകുമെന്ന്. കാരണം നമുക്കറിയാം മെഡിക്കൽ കോളേജിന്റെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ വിവിധ ഘടനകളിലുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വളരെ ധൈര്യത്തോടെ എടുത്തു പറഞ്ഞ ഒരു വ്യക്തിയാണ് ഡോക്ടർ ഹാരിസ്. ന്യൂറോളജി വിഭാഗത്തിലെ പ്രോബ് ഇല്ലാത്തതുൾപ്പെടെ സർജറി നടക്കാത്തതുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ച, അത്രയും ഗതികെട്ട് പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ച ഒരു വ്യക്തിയാണ് ഡോക്ടർ ഹാരിസ്. ഇദ്ദേഹം ഇത് അവതരിപ്പിച്ചതിന് ശേഷം, ഇത് ഫേസ്ബുക്കിലൂടെ പുറം ലോകത്തെ അറിയിച്ചതിന് ശേഷം വലിയ രീതിയിലായിരുന്നു അദ്ദേഹം വേട്ടയാടപ്പെട്ടത്. വലിയ രീതിയിലെ വിവാദങ്ങൾ, അദ്ദേഹത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അവസാനം അദ്ദേഹം മീഡിയയ്ക്ക് മുന്നിൽ കരയുക വരെ ഉണ്ടായി. അത്രയും അദ്ദേഹം അനുഭവിച്ചു. അദ്ദേഹത്തിനെതിരെ തുടരെ ആരോപണം ഉയർത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടുകൾ വന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങളും പ്രത്യാക്രമണങ്ങളും ഒക്കെ നടന്ന ഒരു വിഷയമാണ്. നാടകീയമായിട്ട് തന്നെ പറയാം. ഇതിൽ ഉപകരണം കാണുന്നില്ല, ഉപകരണം കാണാതെ ആയിട്ടില്ല. അദ്ദേഹത്തിന് ഏത് വിധേനയും അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ ആരോഗ്യ വകുപ്പും ഇത്തരത്തിൽ DMEയും ശ്രമിക്കുന്നത് നമുക്ക് വളരെ വ്യക്തമായി തന്നെ കാണാൻ പറ്റും. അത് നമുക്ക് അങ്ങനെ ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ ഒരു പ്രതികാര നടപടി നടന്നിട്ടുണ്ടെന്ന് നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ വിശദീകരിക്കുമ്പോൾ തന്നെ പറയാൻ പറ്റും. ഇത്തരത്തിൽ ഇന്നലെ നടന്ന വാർത്താ സമ്മേളനത്തിൽ DME ഈ വാർത്താ സമ്മേളനം നടക്കുന്നതിനിടയിൽ തന്നെ ഇവരെ പ്രിൻസിപ്പളിനെ വിളിച്ചത് വെച്ച് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഇതിലൊരു പ്രതികാര നടപടിയുടെ ഒരു രീതി തന്നെയാണ് ഇതിലുള്ളത്. അല്ലാതെ DME വിളിക്കുന്നു, തൊട്ട് അടുത്ത നിമിഷം തന്നെ അദ്ദേഹത്തിനെതിരായിട്ടുള്ള റിപ്പോർട്ട് വായിക്കുന്നു. വളരെ നാടകീയമായ രംഗങ്ങളിൽ നിന്ന് തന്നെ പറയാം. ഡോക്ടർ ഹാരിസിനെതിരെ വലിയൊരു തരത്തിലുള്ള ഗൂഢാലോചനയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ എങ്ങനെയെങ്കിലും നടപടിയെടുക്കണം എന്നുള്ള തരത്തിലുള്ള ഒരു വലിയ ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ജിൽസി ഇന്നലെ ആ വാർത്താ സമ്മേളനത്തിനിടെ DME ഈ പ്രിൻസിപ്പളിനെ വിളിക്കുകയുണ്ടായതും തുടർന്ന് ഈ ഡോക്ടർ ഹാരിസിനെതിരെയുള്ള ഈ റിപ്പോർട്ടിന്റെ പ്രസക്ത ഭാഗം വായിക്കാനും ഇടയായത്.